സ്വാമിജി, ഭക്തിയുടെ ഒരു വലിയ പ്രസരം കാണുന്ന കാലമാണിത്. ഭക്തി എങ്ങനെയാണ് ജ്ഞാനവൈരാഗ്യത്തിനും അതുവഴി മോക്ഷത്തിനും കാരണമാകുന്നത്? ഭക്തി ഒരു മാർഗമാണോ അതോ ഭക്തി തന്നെ ലക്ഷ്യമാണോ? എങ്ങനെയാണ് ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്ത? നമ്മൾ ജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞ പദങ്ങൾ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. കാരണം നമ്മളതിനെ ഒരു ചർച്ച ചെയ്യുമ്പോൾ ആ വാക്കുകൾ കൃത്യമായിട്ട് നിർവചിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ വിജ്ഞാനം വിശേഷണയുള്ള ജ്ഞാനം എന്നുള്ള നിലയ്ക്ക് ഭൗതിക ജ്ഞാനത്തിനും ജ്ഞാനം എന്നുള്ളത് ആധ്യാത്മിക പൊതുവായിട്ടുള്ളത്. കാരണം ജ്ഞാനാദേവതു കൈവല്യം എന്ന് പറയാറുണ്ട്. ജ്ഞാനം തന്നെയാണ് കൈവല്യം, മോക്ഷം, മുക്തി എന്നാണ് പൊതുവെ ഉപനിഷത്ത് സാരമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അത് ആധ്യാത്മികത്തിനും വേണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ വിഭജിച്ച് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭക്തി വിജ്ഞാനമായിട്ട് വാസ്തവത്തിൽ ബന്ധപ്പെടുന്നതല്ല, യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇവിടെ ഇത് പറയുന്ന ശ്ലോകത്തിൽ വിജ്ഞാനത്തിൻ്റെ ആവശ്യം എവിടെ വരുന്നു? കാരണം നമുക്ക് ഇന്ന് പറയാൻ പറ്റുന്നത് ഇന്ന് ലോകത്തിൽ കാണുന്ന തീവ്രവാദവും ഭക്തിയുടെ ബൈ പ്രോഡക്റ്റാണ്. ഭക്തി അല്ലെന്ന് പറയാൻ പറ്റില്ല അത്. പക്ഷെ അവിടെ വിജ്ഞാനമില്ല, സാമാന്യ ലോകപരിചയം അവിടെ ഇല്ല, സാമൂഹിക പ്രതിബദ്ധതയില്ല. അമ്മയും ഭക്തിയുടെ മാർഗത്തിൽ കൂടിയാണ് വന്നത്. ഭജനകളിൽ കൂടിയാണ് അമ്മ. ശരിക്കും ആദ്യകാലത്ത് അമ്മ പ്രഭാഷണങ്ങളൊന്നും ചെയ്യാറേയില്ലായിരുന്നു, ഭജന മാത്രമേ പാടാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അമ്മയുടെ ഭക്തിക്ക് ഒരു വ്യത്യാസം എന്താണ്? അമ്മ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി 4ാം ക്ലാസ് വരെ പഠിച്ച് അമ്മയ്ക്ക് ഇന്നുള്ള വിജ്ഞാനം, ഭൗതികമായ അറിവുകൾ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഗൈഡൻസ് 4ാം ക്ലാസ് കയറി കൊടുക്കാൻ പറ്റുന്ന ഗൈഡൻസ് അല്ല. കാരണം അമ്മ ഒരുപാട് വിജ്ഞാനം നേടി. ലോക കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഇന്ന് അമ്മയ്ക്ക് അറിയാം. ഇന്നിപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയ ഉദാഹരണമായിട്ട് പറയാം. ഇന്ന് വള്ളിക്കാവിലുള്ള അമൃത വിശ്വപീഠത്തിൻ്റെ ക്യാമ്പസിലുള്ള എല്ലാ അധ്യാപകരെ കൊണ്ടും അമ്മ PhD എടുക്കാൻ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യിച്ചിട്ടുണ്ട്. എല്ലാവരും PhD പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എഴുതുന്ന എല്ലാവരും, ആശ്രമത്തിൽ താമസിക്കുന്ന നന്ദേവാസികളെല്ലാവരും അമ്മയുടെ മുറിക്ക് തൊട്ട് താഴെ ഒരു ഹാള് അമ്മ അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ വന്നിരുന്ന് എഴുതണമെന്നാണ് അമ്മ നിയമം വെച്ചിരിക്കുന്നത്. മാത്രമല്ല, എപ്പോഴും അമ്മ മുറിയും താഴെ ഇറങ്ങുമ്പോൾ അവരെ കണ്ട് ഓരോരുത്തരുടെയും പേപ്പർ എഴുത്ത് എന്തായി, വിശേഷം എന്താ, അവരുടെ പ്രശ്നങ്ങൾ എന്താ, ആ വിഷയത്തെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അമ്മ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് പ്രസാദം കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയെ, 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ പഠിക്കുന്നൊരു കുട്ടിയെ എൻ്റെ അമ്മ എങ്ങനെ ആ ക്ലാസ്സിലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു, അതുപോലെ PhDക്കാരെ അമ്മ നയിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഭക്തി വിജ്ഞാനത്തിലേക്ക് വരുമ്പോഴാണ് അത് ലോകോപകാരപ്രദമായി തീരുന്നത്. ഇപ്പോൾ മുക്തി കിട്ടാൻ ശരിക്കും വിജ്ഞാനം ആവശ്യമില്ല. പക്ഷേ മുക്തി കിട്ടിയവൻ്റെ പ്രവർത്തനം ഭാവിയിലേക്ക് വേണമെങ്കിൽ വിജ്ഞാനം കൂടിയേ പറ്റുള്ളൂ. മുക്തി കിട്ടിയ ഒരു അവധൂതനായിട്ട് റോഡിൽ കിടന്നുറങ്ങാൻ വിജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ മുക്തി കിട്ടിയിട്ട് ലോകത്ത് പ്രവർത്തിക്കണോ, വിജ്ഞാനം കൂടിയേ പറ്റുള്ളൂ. ഇപ്പോൾ ധർമ്മത്തിൽ അടിയുറച്ച ഭൗതിക ജ്ഞാനം, ഭക്തിയിലും വിശ്വാസത്തിലും അടിയുറച്ച ഭൗതിക ജ്ഞാനം, ഭൗതിക ജ്ഞാനം നേടണം. ഒപ്പം തന്നെ ധർമ്മത്തിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാനും പറ്റണം, അങ്ങനെ ജീവിക്കാനും പറ്റണം. ധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കാനും പറ്റണം, ഭൗതികമായിട്ട് അറിവ് നേടണം. അപ്പോഴാണ് ലോകത്തിനത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഈ ശ്ലോകത്തിന് വളരെ പ്രാധാന്യമുണ്ട്.